ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ 27ാം രാവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ കിട്ടിയിട്ടുള്ള കിറ്റാണ്. നമുക്ക് പള്ളിയിൽ നിന്ന് ഇന്ന് കിറ്റ് ഉണ്ടായിരുന്നു, വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ പോയി മേടിച്ചത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 5 കിലോ അരിയും 5 കിലോ പഞ്ചസാരയ്ക്ക് ഉണ്ടാവുമെന്ന്. അവന് സൈക്കിൾമേലാണ് പോയത്. സൈക്കിൾമേലാണെങ്കിൽ സ്റ്റാൻഡും ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് കഴിഞ്ഞപ്പോൾ ആകെ സങ്കടമായി പെട്ടെന്ന് കണ്ടപ്പോൾ ഉമ്മി ഓടി വായോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പാക്കറ്റ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു പാക്കറ്റ് കൊണ്ടിട്ട് അവിടെ അവൻ്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേര് കൂടിയിട്ട് 21 കിലോ ഉണ്ടായിരുന്നു കേട്ടോ സാധനം. അപ്പോൾ ഈ സൈക്കിൾ മേലെ തന്നെയാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ വൈകുന്നേരത്തെ വിശേഷമുള്ള ഞാനിപ്പോൾ തരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറുതായി അരിഞ്ഞിട്ടുള്ളത് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യാണ് ആദ്യം എടുത്തത് കേട്ടോ. പിന്നെ ഉള്ളി അധികം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ണികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല അതിങ്ങനെ കടിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഒരു 2 ഉള്ളിയൊക്കെ ചെറുതായി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മളതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലാണ് കേട്ടോ റവ ഒന്ന് വേവിച്ചെടുക്കണത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കണം. വലിയ ടേബിൾ സ്പൂണാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കാണ്ട് നമ്മൾ കുറേശ്ശെ ആയിട്ട് ഇളക്കി വേണം ഇതിന് റവ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഒറ്റയടിക്ക് അതങ്ങോട്ട് കട്ട പിടിക്കും ചെയ്യും, വേവിച്ചെടുക്കാനും നമുക്ക് പറ്റില്ല കേട്ടോ. എന്നിട്ട് നമ്മളത് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് ഞാൻ നേരത്തെ തന്നെ സേമിയം കുറച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവ വേഗം കട്ട പിടിക്കുകയും ചെയ്യും, സേമിയം വെന്ത് കിട്ടൂല. അപ്പോൾ കാരണം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ റവ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വലിയ കയ്യിലാണ് കേട്ടോ, 2 കയ്യിൽ എന്താ പറയുക സേമിയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ 1 കപ്പ് പാൽ ആദ്യം ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത കപ്പും കൂടി, അങ്ങനെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 ലിറ്റർ എന്ന് വെച്ചാൽ ഒരു പാക്കറ്റിൽ 1/2 ലിറ്റർ ഞാൻ തോന്നുന്നുള്ളൂ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതിന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പാക്കറ്റിൻ്റെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഏലക്കായ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് മാത്രം ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഇനി നല്ല പോലെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റവ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ എടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ നമ്മളിത് അടച്ചു വെച്ച് പോവുകയൊന്നും ചെയ്യരുത്. അപ്പോൾ കരിഞ്ഞു പോവുകയും ചെയ്യും, കട്ട പിടിക്കുകയും ചെയ്യും. പിന്നെ അതിൽ പാലിന് മുഴുവൻ ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്ന് തിളച്ചൊക്കെ ചെയ്തതിന് ശേഷം ഞാനൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തരി കാച്ചിയത് വേറെ ഒന്നുമല്ല. ഞാൻ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഇത്താക്ക് ഇങ്ങനെ തരി കാച്ചാൻ അറിയില്ല. അപ്പോൾ ആളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പിന് മുമ്പായിട്ട് കാച്ചി തന്നോളൂ. പക്ഷേ എനിക്ക് അന്നൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നോമ്പിൻ്റെ 2 ദിവസം മുമ്പാണ് ആൾ പറഞ്ഞത് കേട്ടോ. പക്ഷെ അപ്പോൾ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴായാലും എനിക്ക് നേരവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വയ്യായും പിന്നെ നോമ്പും ഒക്കെ കൂടി ആകെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഇടയിൽ ഒരു പ്രാവശ്യം തരി കാച്ചിട്ടുള്ളൂ, തരി കാച്ചി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ആൾക്ക് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മളോടൊരു കാര്യം ആവശ്യപ്പെട്ടതിന് നമ്മളത് ചെയ്ത് കൊടുത്താലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാതെ ഇങ്ങനെ ഇങ്ങനെ വിങ്ങും. അപ്പോൾ അങ്ങനെ ഞാൻ അതൊന്ന് റെഡിയാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. നോമ്പായ കാരണം മധുരവും ഉപ്പൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ കറി ഞാൻ വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ചിക്കൻ കറി വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിലാണ് കേട്ടോ വെക്കുക. അപ്പോൾ അതും ഞാൻ അതേപോലെ തന്നെ വെച്ച് നോക്കി. അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ചട്ടിയിൽ വെച്ചെടുക്കാൻ എളുപ്പമാണല്ലോ. പിന്നെ പഞ്ചസാര ഞാൻ കൊണ്ടുവന്ന കിറ്റിലത്തെ പഞ്ചസാര ഇട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ അതിൽ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കരയാമ്പും 2 പട്ടയും കൂടി മുകളിലിട്ട് വെച്ചു കേട്ടോ. പട്ട ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ കരയാമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ തന്നെ. അപ്പോൾ അതൊന്ന് ഇട്ട് വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം നോമ്പ് തുറക്കേണ്ട സമയമായിട്ട് അപ്പോൾ ഞാൻ ഇനി ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവർക്കും ചുമയും കഫക്കെട്ടും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ 27ാം വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.